ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് 6th മൊഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. കൺട്രോൾ ലോജിക് ഡിസൈൻ എന്ന് പറയുന്നതാണ് 6th മൊഡ്യൂൾ. അതിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺട്രോൾ ലോജിക് ഡിസൈൻ ഒരു സി പി യുവിൻ്റെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലെ എൻറ്റയർ ഓപ്പറേഷനെയും കൺട്രോൾ ചെയ്യുന്നൊരു പാർട്ടാണ്. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനായിട്ട് ആക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ്സ് പഠിച്ച ടൈമിൽ ഡിസ്കസ് ചെയ്തൊരു ഡയഗ്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, അത് ഒരു IO യൂണിറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊസസ്സർ ഫോം ചെയ്യുന്ന ALU കൺട്രോളും, ദെൻ മെമ്മറി എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു യൂണിറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പഠിച്ചു, ALU പഠിച്ചു, മെമ്മറി പഠിച്ചു. അപ്പോൾ ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കൺട്രോൾ യൂണിറ്റാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. ആദ്യം കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻസ്? കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷനിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ CPU കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ മെമ്മറി ആയാലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയാലും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇത് മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. ദെൻ അതിനെ ഡീകോഡ് ചെയ്തിട്ട് അത് എന്ത് ടാസ്ക്കാണ് അത് പെർഫോം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. ദെൻ ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് എന്തൊക്കെ കമ്പോണൻസിനെ ഇൻകോപ്പറേറ്റ് ചെയ്യണോ അതിനുള്ള സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നു. ഇതും കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷനാണ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ആ ഒരു എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻസിനെ ഓർഡർ ചെയ്യുകയും അതുപോലെ തന്നെ ഓപ്പറേഷനെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതും ഇതിനൊരു ഫങ്ഷനാണ്. ഇത് ALUവിന് കമാൻഡ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അത് ചെയ്യാനുള്ള ഓപ്പറേഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ എല്ലാ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ടൈമിങ്ങും കൺട്രോൾ സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ CPUവും പെരിഫറൽസും തമ്മിലുള്ള ഒരു ഡേറ്റ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നതും കൺട്രോൾ യൂണിറ്റാണ്. പെരിഫറൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, മെമ്മറി ഉണ്ട്. അപ്പോൾ CPU മെമ്മറി അല്ലെങ്കിൽ CPU IO ഡിവൈസ് തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഡേറ്റ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നതും കൺട്രോൾ യൂണിറ്റാണ്. ദെൻ ഇനി മെമ്മറിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനും ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റാറ്റസ് കൺട്രോൾ ടൈമിംഗ് സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റാണ്. അപ്പോൾ ഇത്രയാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡയഗ്രമാണ്, അതായത് കൺട്രോൾ ലോജിക്കും ഡേറ്റ പ്രോസസ്സറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നൊരു ഡയഗ്രമാണിത്. ഇതിനകത്ത് ഡേറ്റ പ്രോസസ്സറിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ഈ ഡേറ്റ പ്രോസസ്സർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ജനറൽ പർപ്പസ് പ്രോസസ്സർ യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ അതിനകത്തൊരു ഇൻഡിവിജ്വൽ രജിസ്റ്റേഴ്സും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ ഫങ്ഷൻസും ആവാം. ഇതിലേതെങ്കിലും ഒന്നാവാം. ഒന്നെങ്കിൽ അതൊരു ജനറൽ പർപ്പസ് പ്രോസസ്സർ യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ അതിനകത്ത് ഇൻഡിവിജ്വൽ രജിസ്റ്റേഴ്സും അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഫങ്ഷൻസും കൂടെ ചേർന്നിട്ടുള്ളതാവാം ഈ ഡേറ്റ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഈ കൺട്രോൾ യൂണിറ്റാണ് ഡേറ്റ പ്രോസസ്സറിലെ എല്ലാ മൈക്രോ ഓപ്പറേഷനെയും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ദെൻ ഡേറ്റ പ്രോസസ്സറിലുള്ള എല്ലാ മൈക്രോ ഓപ്പറേഷനെയും സീക്വൻസ് ചെയ്യുന്ന കൺട്രോൾ ലോജിക്കിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. അതായത് ഡേറ്റ പ്രോസസ്സറിൽ കുറേ മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. അപ്പോൾ ആ മൈക്രോ ഓപ്പറേഷൻസിന് ഒരു ഓർഡർ ഉണ്ട്, അപ്പോൾ അതിനെ സീക്വൻസ് ചെയ്യണം. അപ്പോൾ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ലോജിക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ ലോജിക്കിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ടായിട്ടാണ്. അതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് കൺട്രോൾ ഫങ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. അപ്പോൾ എന്താണ്, അതിന് സ്റ്റേറ്റ് ഉണ്ടാവും അല്ലേ. ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആകുമ്പോൾ അതിനൊരു പ്രസൻറ്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, പ്രീവിയസ് സ്റ്റേറ്റ്, അങ്ങനെ കുറേ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റാണ്
ശരിക്കും ആക്ച്വലി എന്താണത് അത് പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രോൾ ഫങ്ഷൻ എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്റ്റാറ്റസ് കണ്ടീഷനും അതുപോലെ തന്നെ ഇൻപുട്സിനെയൊക്കെ വെച്ചിട്ട് ഈ സീക്വൻഷ്യൽ കൺട്രോള് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകും. എന്തിനു വേണ്ടിയിട്ടാണ്? അതർ മൈക്രോ ഓപ്പറേഷനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു മൈക്രോ ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ ഈ സീക്വൻഷ്യൽ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യണം. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ലോജിക്ക് തന്നെ. കൺട്രോൾ ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടായിട്ടാണ്. അപ്പം ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ അതിനുള്ള കറസ്പോണ്ടിങ് കൺട്രോൾ ഫങ്ഷൻസിനെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. അപ്പോൾ ഒരു സെറ്റ് പെർഫോം ചെയ്തു, അല്ലെങ്കിൽ ഒരു മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഒരു മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണ്ടേ? ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് കണ്ടീഷനും അതുപോലെ തന്നെ മറ്റുള്ള ഇൻപുട്സും കൂടെ ചേർന്നിട്ടാണ് അതിനെ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡയഗ്രത്തെ പറ്റി പറയാനുള്ളത്. ഇനി ഈ കൺട്രോൾ യൂണിറ്റിലേക്കുള്ള എന്തൊക്കെ ഇൻപുട്സ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻപുട്ടാണ് മാസ്റ്റർ ക്ലോക്ക് സിഗ്നൽ. ഈ മാസ്റ്റർ ക്ലോക്ക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇത് മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽ ചെയ്യുന്ന ഒരു ഇൻപുട്ടാണ് മാസ്റ്റർ ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ക്ലോക്കിൽ ഒന്നെങ്കിൽ ഒരു സിംഗിൾ മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതാണ് മാസ്റ്റർ ക്ലോക്ക് സിഗ്നൽ. ദെൻ ഇൻപുട്ട് ഫ്രം ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിലെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രക്ഷനാണ്. ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അതിലുണ്ടാവുക. ഇൻസ്ട്രക്ഷനെ നമുക്ക് ഓപ്പറേഷൻ കോഡ് അല്ലെങ്കിൽ ഓപ്പ് കോഡ് എന്ന് പറയാം, അല്ലേ? ഓപ്പ് കോഡും ഓപ്പറാൻഡും ആണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനെ നമുക്ക് ഓപ്പ് കോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിലെന്താണുള്ളത്? അതിൽ ആ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സിങ് മോഡായിരിക്കും ഉണ്ടാവുക. ഈ ഓപ്പറേഷൻ കോഡിൽ നോർമലായിട്ടും ഏത് അഡ്രസ്സിങ് മോഡാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അഡ്രസ്സിങ് മോഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് അതിൻ്റെ ഓപ്പറാൻഡ്സ് എവിടെയാണ് വെച്ചിട്ടുള്ളത്, ഏത് ലൊക്കേഷനിലാണ് അതിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പറയുന്നതാണ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രസ്സിങ് മോഡ് പറയുന്നുണ്ടാവും. അതായത് എന്തൊക്കെ സൈക്കിൾസ് ഇത് പെർഫോം ചെയ്യണം എന്നുള്ള കാര്യവും പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൈക്രോ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യവും ഈ ഒരു ഇൻസ്ട്രക്ഷനകത്ത് പറയുന്നുണ്ടാവും. അപ്പം ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്നുള്ള ഇൻപുട്ടും കൺട്രോൾ യൂണിറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കണ്ടൻസ് ഓഫ് ദ കണ്ടീഷണൽ കോഡ് ഫ്ലാഗ്സ്. കണ്ടീഷണൽ കോഡ് ഫ്ലാഗ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. കൺട്രോൾ യൂണിറ്റ് ഈ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത് സി പി യുവിൻ്റെ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് നടന്ന ALU ഓപ്പറേഷൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താണെന്ന് ഫ്ലാഗ്സ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് MFC ഇൻ്ററപ്റ്റ് റിക്വസ്റ്റും, അത് എക്സ്റ്റേണൽ ഇൻപുട്ട് സിഗ്നലാണ്. MFC എന്താ? മെമ്മറി ഫങ്ഷൻ കംപ്ലീറ്റഡും ദെൻ ഇൻ്ററപ്റ്റ് റിക്വസ്റ്റും ആണ്. ഇത് രണ്ടും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത്രയും 4 എണ്ണമാണ് കൺട്രോൾ യൂണിറ്റിലേക്കുള്ള ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ. മാസ്റ്റർ ക്ലോക്ക് സിഗ്നൽ, then input from instruction register, then contents of the conditional code flag, then external input signals. Okay, next കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ഔട്ട്പുട്ട്സ് എന്തൊക്കെയാണ്? ആദ്യത്തേതെന്ന് പറഞ്ഞാൽ മൈക്രോ ഓപ്പറേഷൻസിനെ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ്. അതാണല്ലോ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. മൈക്രോ ഓപ്പറേഷൻസിനെ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽ. ദെൻ എക്സ്റ്റേണൽ കൺട്രോൾ ബസ്സിലേക്കുള്ള കൺട്രോൾ സിഗ്നൽ. ഈ 2 എണ്ണമാണ് ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻപുട്സും ഔട്ട്പുട്സും. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഈ കൺട്രോൾ യൂണിറ്റിന് ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട്. പല രീതിയിൽ അതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഓർഗനൈസേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതേതൊക്കെയാണെന്ന് പറയാം. ആദ്യത്തേത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡാണ്. സെക്കൻഡ് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്.
തേർഡ് ഹാർഡ്വയർഡ് കൺട്രോൾ, ഫൈനൽ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. ഇങ്ങനെ 4 മെത്തേഡ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ് എന്താണെന്ന് പേരിൽ നിന്ന് മനസ്സിലാകും. അതായത് ഒരു സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമായിരിക്കും സെറ്റ് ആയിട്ടുണ്ടാവുക, അതായത് 1 ആയിട്ടുണ്ടാവുക. ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂ 0 ആയിരിക്കും, അല്ലെങ്കിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിലെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബിറ്റ് ആയിരിക്കും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് പോകുന്നത്. ഇതിൽ ഡിസിഷൻ ലോജിക്കിൻ്റെ കൺട്രോളിലായിരിക്കും ഈ ഒരു ബിറ്റ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും ഓരോ സ്റ്റേറ്റിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്ടിവേറ്റ് ആവുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ അതിലേക്കൊരു കൺട്രോൾ ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിലായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. ഇതിൽ നോക്കാം, ഡിസിഷൻ ലോജിക് ഉണ്ട്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് കാണിച്ചിട്ടുണ്ട്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് കാണിച്ചിട്ടുള്ളത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എന്താണ് അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നെല്ലാം നിങ്ങൾക്കറിയാം. അതായത് ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു അത് തന്നെ ഔട്ട്പുട്ട് ചെയ്യും. അതായത് 1 കൊടുത്താൽ 1 ഔട്ട് ചെയ്യും. ഡി ഇൻപുട്ടിൽ 1 കൊടുത്താൽ ക്യൂവിൽ 1 വരും. ഡിയിൽ 0 കൊടുത്താൽ ക്യൂവിൽ 0 വരും. ഓക്കെ, ഇവിടെ നോക്കിയേ, 4 ടൈമിംഗ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. T0, T1, T3, T2 ആൻഡ് T3, 4 എണ്ണം. അതായത് ഓരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര സ്റ്റേറ്റ് ഉണ്ടോ അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മളിവിടെ ആഡ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അതായത് മാക്സിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിനെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നോക്കേ, ഈ ഡിസിഷൻ ലോജിക്കിൽ ഇതിൽ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് ഉണ്ടല്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിലൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് അതൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു കൺട്രോൾ പാസ് ചെയ്യും. അതായത് ഒരു 1 പാസ് ചെയ്യും. അപ്പോൾ ആ ഒരു 1 പാസ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ക്യൂ ഔട്ട്പുട്ടിൽ അതൊരു 1 ജനറേറ്റ് ചെയ്യും. അറ്റ് എ ടൈമിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമേ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവൂ, ബാക്കിയെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ സിംപ്ലിസിറ്റിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇതിന്. അതായത് ഇതിന് ഡിസൈൻ എഫേർട്ട് വളരെ കുറവാണ്. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് അധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇതിൽ അതർ കൺട്രോൾ ഔട്ട്പുട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. ഡിസിഷൻ ലോജിക്കിൽ ഏറ്റവും ടോപ്പിൽ അതർ കൺട്രോൾ ഔട്ട്പുട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ടീസിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ടീസിൻ്റെയും എക്സ്റ്റേണൽ ഇൻപുട്ടിൻ്റെ ഒരു ഫംഗ്ഷനായിട്ടായിരിക്കും അതർ കൺട്രോൾ ഔട്ട്പുട്ട്സ് ഉണ്ടാവുക. അതും മൈക്രോ ഓപ്പറേഷൻസിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് തന്നെയാണ് അതർ കൺട്രോൾ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ 4 ടൈമിംഗ് സിഗ്നൽസ് എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിനെ കൂടാതെ തന്നെ അതർ കൺട്രോൾ ഔട്ട്പുട്ട്സ് ഈ ഒരു ഡിസിഷൻ ലോജിക്കിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതും മൈക്രോ ഓപ്പറേഷൻസിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് തന്നെയാണ്. അടുത്തൊരു ടെക്നിക്കാണ് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്. ഇതിൽ കൺട്രോൾ സ്റ്റേറ്റിനെ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡീകോഡ് ചെയ്തിട്ട് ഓരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു സീക്വൻസ് രജിസ്റ്ററിൽ n ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ ആ സർക്യൂട്ടിന് മാക്സിമം 2n സ്റ്റേറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അതിൻ്റെ കറസ്പോണ്ടിങ് ഡീകോഡറിന് 2n ഔട്ട്പുട്ട്സ് ഉണ്ടാവും. അതിൻ്റെ ഒരു ഡയഗ്രമാണിത്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ബ്ലോക്ക് ഡിസിഷൻ ലോജിക്കാണ്. അതിലേക്ക് ഇൻപുട്ടായിട്ട് എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻ ഉണ്ട്. ദെൻ അവിടുന്ന് ഔട്ട്പുട്ടായിട്ട് അതർ കൺട്രോൾ ഔട്ട്പുട്ട്സ് ഉണ്ട്. ദെൻ അതിനെ കൂടാതെ നെക്സ്റ്റ് ഒരു ബ്ലോക്കിലേക്ക് പോകുന്നുണ്ട്, സീക്വൻസ് രജിസ്റ്റർ ഉണ്ട്, അവിടുന്ന് ഡീകോഡർ ഉണ്ട്. ഈ ഒരു എക്സാമ്പിൾ സീക്വൻസ് രജിസ്റ്ററിൽ 2 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് 2n, ഇപ്പോൾ 2 4 സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് 4 വന്നിരിക്കുന്നത്. സീക്വൻസ് രജിസ്റ്ററിൽ 2 ഫ്ലിപ്പ് ഫ്ലോപ്പാണുള്ളത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 2 4 സ്റ്റേറ്റ്സിനെ അതിന് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. T0 to T3 എന്ന് പറയുന്ന 4 സ്റ്റേറ്റിനെ കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് തന്നെ ഈ ഡിസിഷൻ ലോജിക്കിലേക്ക് ഒരു കണക്ഷൻ, ഒരു ഫീഡ്ബാക്ക് കണക്ഷൻ പോലെ കൊടുത്തിട്ടുമുണ്ട്.
ഓക്കെ, ഒരു 4/16 ഡീകോഡറിൽ 16 ഔട്ട്പുട്ട്സ് ഉണ്ടാവും. ഓരോന്നും ഓരോ സ്റ്റേറ്റിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അതർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെയും എക്സ്റ്റേണൽ ഇൻപുട്ടിൻ്റെയും ഫങ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അത് മൈക്രോ ഓപ്പറേഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കി അതർ കൺട്രോൾ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻപുട്ടിൻ്റെയും പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്ങനെയാണ് നമുക്കിവിടെ കിട്ടുക? പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റ്. ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റ് അനുസരിച്ചാണല്ലോ ഇവിടെ ടൈമിംഗ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. ആ ജനറേറ്റ് ചെയ്യുന്ന ടൈമിംഗ് സിഗ്നലിനെ ഇങ്ങോട്ടേക്ക് ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ ഡിസിഷൻ ലോജിക്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ആ പ്രസൻറ്റ് സ്റ്റേറ്റിനെ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻ്റെ കൂടെ ഒരു ഫംഗ്ഷനായിട്ടായിരിക്കും അതർ കൺട്രോൾ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് പോകുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കൺട്രോൾ സർക്യൂട്ടിന് എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് ആവശ്യമായിട്ടില്ലെങ്കിൽ ഇത് നമുക്കൊരു കൗണ്ടറിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കൗണ്ടറായിട്ട് ഇത് വർക്ക് ചെയ്യും. അതായത് ഡിഫറെൻറ്റ് സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സീക്വൻസ് ചെയ്ത് പോകും. അതുകൊണ്ട് ഇതിനെ കൗണ്ടർ ഡീകോഡർ മെത്തേഡ് എന്നും പറയാറുണ്ട്. അതായത് നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും T0 to T3. അതായത് 1 by 1 ആയിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകും. ഒരു സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. അതിലെന്തെങ്കിലും ഒരു വേരിയേഷൻ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷനെയും കൂടെ ഒരു ഫംഗ്ഷനാണ് ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻ ഇല്ലായിരുന്നെങ്കിലോ കണ്ടിന്യൂസ് ആയിട്ട് കൗണ്ട് ചെയ്ത് പോകുന്നൊരു കൗണ്ടറായിട്ട് ഇത് ആക്ട് ചെയ്തതിന്. അതാണ് ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് PLA കൺട്രോളാണ്. PLA കൺട്രോൾ. PLA എന്താണ്? പ്രോഗ്രാമബിൾ ലോജിക് അറേ. ഇത് നമ്മൾ STLDയിൽ പഠിച്ചതാണ് PLA എന്താണെന്നുള്ള കാര്യം. ഇതെന്ന് പറഞ്ഞാൽ സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡിന് സിമിലർ ആയിട്ടുള്ളൊരു ടെക്നിക്ക് തന്നെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഐസിൻ്റെ നമ്പറും അതുപോലെ തന്നെ ഇൻ്റർ കണക്ഷൻ വയേഴ്സിൻ്റെ എണ്ണവും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ PLA കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ ടെക്നിക്കിന് സിമിലറാണ്. പക്ഷേ നോക്കി ഡയഗ്രാം കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആണ് അല്ലേ. ഇവിടെ 3 ബ്ലോക്ക് ഉണ്ട്, ഇവിടെ 2 ബ്ലോക്ക് കൊണ്ട് തന്നെ സെയിം പർപ്പസ് തന്നെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ PLAൻ്റെ ഔട്ട്പുട്ടാണ് ഏത് മൈക്രോ ഓപ്പറേഷനാണ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അത് ഡിസൈഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷനും അതുപോലെ തന്നെ സീക്വൻസ് രജിസ്റ്ററിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് മൈക്രോ ഓപ്പറേഷനെ ഇനിഷ്യേറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇതാണ് PLA കൺട്രോൾ. ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. മൈക്രോ പ്രോഗ്രാം എന്താണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെയുള്ള മൊഡ്യൂളിൽ പഠിച്ചതാണ്. മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്താണ് എന്നുള്ള കാര്യം എല്ലാം അവിടെ പഠിച്ചതാണ്, നേരത്തെയുള്ള മൊഡ്യൂൾസിൽ പഠിച്ചതാണ്. കൺട്രോൾ വേരിയബിൾസിനെ ഒരു മെമ്മറി സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു കൺട്രോൾ യൂണിറ്റിനെ നമ്മൾ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ കൺട്രോൾ വേർഡ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതി അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കുറേ സ്റ്റെപ്സൊക്കെ ഇങ്ങനെ ചെയ്യണം അല്ലേ. നമ്മളതിന് കുറേ എക്സാമ്പിളൊക്കെ പഠിച്ചില്ലേ, PC-in, Y-in. അപ്പോൾ ആ ഓരോ വേർഡ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള സിഗ്നലിൽ കറസ്പോണ്ടിങ് ആയിട്ട് 1 എന്നും ഇപ്പോൾ ഇനാക്റ്റീവ് ആയിട്ടുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 എന്നും കൊടുത്തു. അപ്പോൾ 1, 0 ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് ഓരോരോ കൺട്രോൾ വേർഡും കിട്ടുന്നത്. 1, 0ൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഈ കൺട്രോൾ വേർഡിനെ നമുക്കൊരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കൺട്രോൾ യൂണിറ്റിനെ പറയുന്ന പേരാണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഓരോ വേർഡിനെ നമ്മൾ പറയുന്നത് മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്നാണ്. അത് ഈ മെമ്മറിയിൽ നമ്മൾ ഈ 1, 0ൻ്റെ ഈ കോമ്പിനേഷനില്ലേ അതിനെ നമ്മൾ കൺട്രോൾ വേർഡ് എന്ന് പറയും. മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. ദെൻ ഒരു സീക്വൻസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷനെ നമ്മൾ മൈക്രോ പ്രോഗ്രാം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഇതാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി എന്ന് പറഞ്ഞാൽ റോമാണ്, റീഡ് ഒൺലി മെമ്മറിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ 3 ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ ഉണ്ട്, കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, ദെൻ കൺട്രോൾ മെമ്മറി ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ആ അഡ്രസ്സിലെ കറസ്പോണ്ടിങ് റോമിലുള്ള ആ കണ്ടൻറ്റിനെ
ആ കണ്ടൻറ്റിനെ ഇത് ഔട്ട്പുട്ട് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഓരോ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു മൈക്രോ ഇൻസ്ട്രക്ഷന് ശേഷം അടുത്തൊരെണ്ണം ജനറേറ്റ് ചെയ്യണ്ടേ? ആ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ. അതായത് ചിലപ്പോൾ ആ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് അഡ്രസ്സിലുള്ളതായിരിക്കും. അതായത് അടുത്തൊരു കോൺസിക്യൂട്ടീവായിട്ടുള്ള അഡ്രസ്സിലുള്ള കണ്ടൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ചില കേസസിൽ അങ്ങനെ കോൺസിക്യൂട്ടീവായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആവണമെന്നില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു കൺട്രോൾ വേർഡിൻ്റെ, അതായത് ഇപ്പോൾ ഉള്ള ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ ഒരു പാർട്ടും കൂടെ യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ റോമിൽ നിന്നുള്ള ഇതിനെ, ഈ നെക്സ്റ്റ് അഡ്രസ്സ് ഇൻഫർമേഷനെ ഇതിങ്ങനെ ഫീഡ്ബാക്ക് ചെയ്ത് നെക്സ്റ്റ് അഡ്രസ്സ് ജനറേറ്ററിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ്. അതായത് റീഡ് ഒൺലി മെമ്മറിയിലായിരിക്കും ഇതിലെ മൈക്രോ ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. കൺട്രോൾ അഡ്രസ് ജനറേറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്രസ്സിനനുസരിച്ചുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ ഇത് ഔട്ട്പുട്ട് ചെയ്യും. ദെൻ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇപ്പോൾ ഔട്ട്പുട്ട് ചെയ്ത മൈക്രോ ഇൻസ്ട്രക്ഷനിലെ കണ്ടൻറ്റും കൂടെ യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അത് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ എന്ന് പറയുന്നൊരു യൂണിറ്റാണ് ആ ഒരു അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷനും കൂടെ യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാനുള്ളത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കൺട്രോൾ ഓർഗനൈസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സാണ്, 4 എണ്ണം. ആ മെത്തേഡ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, താങ്ക് യു.